കടന്നു വരികയാണ് എ ട്രാക്കിലൂടെ. ഒന്ന് കൈയടിച്ചു കൊടുത്തേ പ്രിയപ്പെട്ടവരെ. ഈ ട്രാക്കിലൂടെ കടന്നു വരുന്നതാരാ? ശ്രീ ഗണേശാണ്. വിഗ്രഹങ്ങളൊന്നും കൂടാതെ എന്റെ ഗണേശ നീ ഇങ്ങനെ കടന്നുക. അങ്ങനെ പുനർജനി ബോട്ട് ക്ലബ്ബ് വടക്കുംപുറം, ആ വടക്കുംപുറം കടന്നു വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനും ഖുറേഷിയാണ്, അവരുടെ അണിയമാര നിഷാന്താണ്, അവരുടെ അമരമാര ദേവദത്തനാണ്. രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആരാട് മുമ്പിൽ ആരാട് മുമ്പിൽ എന്ന് പറയുമ്പോ ഒരു പോട്ടിയില്ല, രണ്ട് ടീം ഇറക്കും. യാര് ജയിവ് യാര് പരാജയപ്പെട്ടിടുവേ. ഒപ്പത്തിനൊപ്പം രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ പ്രിയമുള്ളവർ ഒപ്പത്തിനെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ പൊന്നരത്തമ്മ നമ്പർ 3 അങ്ങനെ അവർ എ ട്രാക്കിലൂടെ കടന്നുപോയി. തൊട്ടു പിന്നിലായി ശ്രീഗണേശൻ. അങ്ങനെ ആ മഞ്ഞക്കും ഒന്ന് ശ്രദ്ധിക്കേ ആവേശത്തോടെ കടന്നു വരുന്ന ഈ മത്സരത്തിന്റെ KBC കുറുങ്ങോട്ട പടയാളിയിൽ കടന്നു വരുമ്പോൾ എന്റെ ശബ്ദത്തിന്റെ അകമ്പടി ഇല്ലാതെ തന്നെ ആവേശത്തോടെ നിങ്ങളെ കൈയടിക്കാൻ പ്രാപ്തമാക്കുമാറ് എന്തൊരു മത്സരം. പച്ച പങ്കായങ്ങൾ കൊണ്ട് കനാലിന്റെ വിരിമാറി കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ പടയാളി കടന്നു വരുമ്പോൾ ആ നൻപിട്ടുകൊണ്ട് സ്നേഹം വാരി വിതറിക്കൊണ്ട് കനാലിനെ നെടുക വളർത്തിക്കൊണ്ട് ആ കൊടുങ്ങല്ലൂരമ്മയും കടന്നു വരുമ്പോൾ ഒന്ന് കൈയടിച്ചു കൊടുക്ക്, ഒന്ന് ആർപ്പ് വിളിച്ചു കൊടുത്ത് അത് രൂപേഷ് ചേട്ടന്റെ അമരത്ത് നിന്നുകൊണ്ട് കുത്തിയെറിയുമ്പോൾ ഇത്തിരി വേഗത്തിലല്ലേ പടയാളി കുറച്ചു മുന്നിലല്ലേ? അല്ല, വിട്ടുകൊടുക്കാൻ കൊടുങ്ങല്ലൂരമ്മയും തയ്യാറല്ല എന്ന് പറയുന്നത് ആവേശകരമായ മത്സരം ആരംഭിച്ചു പോകുന്നു. ആവേശകരം. കുറച്ച് വ്യത്യാസമുള്ള മത്സരങ്ങൾ ജയപരാജയങ്ങൾ ഉണ്ടാവാം. 2017 അവര് തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് ഗബ്രിയേൽ വള്ളത്തില് ആ ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ ആ വള്ളത്തിലെ നെഹ്റു ട്രോഫി നമ്മുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന TPC ആ TPC കടന്നു വരുമ്പോൾ രുദ്രമാല ഈ ട്രാക്കിലൂടെ കടന്നു വരികയാണ്. ആനാപ്പുഴയുടെ നെട്ടായത്തിലൂടെ കടന്നു വരികയാണ്. സംഗമം ബോട്ട് ക്ലബ്ബ് അഗസ്റ്റിൻ ടർഫിൻ അതിന്റെ ക്യാപ്റ്റനായെങ്കിൽ ലീഡിംഗ് ക്യാപ്റ്റൻ മാർസൻ ആണെങ്കിൽ കിരണും ആൽപ്പിനും മത്സരിച്ചു വരുന്ന രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒന്ന് കൈയടിച്ചുകൂടെ, ഒന്ന് ആർപ്പ് വിളിച്ചുകൂടെ. അമ്മപ്പോ എന്തൊരു വരവാ ആ കടന്നു വരുന്നത് കണ്ടില്ലേ? ഇവർ അമൃത് കഴിച്ചിട്ടുണ്ടോ? ഒപ്പത്തിനൊപ്പം ഏട്ടാക്കിലൂടെ കടന്നു വരുന്നത് ജുഗുനു. ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞ് ജുഗുനുവും അങ്ങനെ കടന്നു പോകുകയാ. തൊട്ട് പിന്നിലായി രുദ്രമാല, അവരും അങ്ങനെ കടന്നു. നമ്പർ 1 മണവാളൻ നമ്പർ 2 കുറച്ച് മുന്നിലല്ലേ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ആറുമുഖൻ നമ്പർ 1 കടന്നു വരുന്നു. ആവേശത്തോടുകൂടി അങ്ങനെ രാഹുലെല്ലാം അങ്ങനെ കുമ്മിട്ട് നിവർന്നുകൊണ്ട് തന്റെ കൈയെത്താവുന്ന നീളത്തോളം വലിച്ചു തള്ളുമ്പോൾ ആകാശം ഇങ്ങനെ കുത്തിയിറക്കി അമരത്തല ചിന്തിച്ചു തരുമ്പോൾ ഇങ്ങനെ ആവേശത്തനുസരിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് കൈയടിച്ചുകൊണ്ട്, ഒന്ന് ആർപ്പ് വിളിച്ചുകൊണ്ട് ആർപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വള്ളങ്ങൾ അമ്മപ്പോ കടന്നു വരുന്നതാണ് ചട്ടങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന അങ്ങനെ ആരാധനയുടെ തീരത്ത് പത്മവരാധ കുടുംബത്തിൽ വിളക്ക് വയ്ക്കും ഒരു വിപ്ലവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ അങ്ങനെ കടന്നു വരുമ്പോൾ യോദ്ധാവ് തൊട്ടു മുന്നിലായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോഴുണ്ടല്ലോ ഒട്ടു പിറകിലായിട്ടാരാ തലക്കാട്ടമ്മ കടന്നു വരുന്നു. തലക്കാട്ടമ്മ പറഞ്ഞുകൊണ്ട് രണ്ട് വള്ളങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ. ആറുമുഖൻ നമ്പർ 2 നല്ലിടയൻ ഉണ്ടേക്കടവിന്റെ ആറുമുഖൻ നമ്പർ 2 തൃപ്രയാറിന്റെ നല്ലിടയനും തമ്മിൽ മത്സരിക്കുമ്പോൾ ക്യാപ്റ്റൻ ആരാ? ഖുറേഷിയാണെങ്കിൽ ആ നല്ലിടയന്റെ ക്യാപ്റ്റൻ ആരാ? പ്രശാന്ത് ആണെങ്കിൽ അണിയം അനന്തവും പ്രണവും തമ്മിൽ ആറുമുഖനിൽ മത്സരിച്ചു വരുമ്പോ നല്ലിടയനിൽ സനുവും സുനിയും തമ്മിൽ മത്സരിക്കുമ്പോ നമ്മമ്പോ എന്തൊരു വരവാ. ആവേശത്തോണ്ട് തിരമാലകൾ തീർത്തുകൊണ്ട് ഈ നെട്ടായത്തിന് ശക്തി വളർത്തിക്കൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ രണ്ട് മത്സ്യപ്പാടിന് മുന്നിലായിട്ട് ആറുമുഖൻ നമ്പർ 2 അങ്ങനെ കടന്നുപോയി. അവർക്ക് നമ്പർ 3 നിങ്ങൾ കനലെ ചാരമാണെന്ന് വൈകരുതി ചികയാൻ നിൽക്കരുത്. കനല് കെട്ടിയിട്ടില്ലെങ്കിൽ പൊന്നരത്തമ്മ പൊള്ളിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പടയാളിയാണ്, ഞാൻ പൊരുതി, ഞാൻ പോരടിച്ച്, ഞാൻ വെല്ലുവിളിച്ച് കടന്നു വന്നവരാ എന്ന് പറഞ്ഞുകൊണ്ട് KBC കുറുങ്കോട്ടയും കടന്നു വരുമ്പോൾ എന്തൊരു മത്സരം, എന്തൊരു ആവേശം. ഒന്ന് കൈയടിച്ചു കൊടുത്ത്, ഒന്ന് ആർപ്പ് വിളിച്ചു കൊടുത്ത് ഇഞ്ചോടിഞ്ചോട് പോരാട്ടം. അതിനെ നീ ഒന്ന് നീട്ടി വലിച്ച് ജനീഷ്, നീ ഒന്ന് കുത്തി വലിച്ച് ഒന്ന് ആഞ്ഞാഞ്ഞു വലിച്ച് എന്തൊരു മത്സരം കടന്നു വരുന്നു.
പോകേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ അമരൻ ദിനീഷുമാണ്. നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുത്ത്, നിങ്ങളൊന്ന് ആർപ്പ് വിളിച്ചു കൊടുത്ത്, കാറ്റിനോട് പദപൊരുതി ആ വെള്ളത്തുള്ളികളെ ചിന്നിച്ചെറിപ്പിച്ചുകൊണ്ട് ആ പച്ച ജേഴ്സിയും മഞ്ഞ ജേഴ്സിയും ഇട്ട് അവരിങ്ങനെ വലിച്ചു വരുമ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു ഭീഷ്മാസനമായിട്ടുള്ള അൻപുകളാണെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ ദിവ്യാസ്ത്രമായിട്ടുള്ള പങ്കാരങ്ങളാണ്. നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുക്കാതെ, നിങ്ങളൊന്ന് ആർപ്പ് വിളിച്ചു കൊടുക്കാതെ, ആനാപ്പുഴ ജലോത്സവ പ്രേമികളെ വീറും വാശിയും ഒന്ന് കാണിച്ചു കൊടുത്ത് നല്ല ഇടയിലാണോ അതോ പങ്ങത്തമ്മ നമ്പർ 2 ആണോ ട്രാക്കയിലൂടെ വരുന്ന വെള്ളമാണോ യുവതരംഗം ബോട്ടിലും തൃപ്പാറാണോ? എന്തൊരു മത്സരം, എന്തൊരു ആവേശം, എന്തൊരു മത്സരം! ആവേശകരമായ മത്സരങ്ങള് അനന്തും അടികളും അമരവും പ്രണയവും നയിക്കുന്ന അങ്ങനെ എ ട്രാക്കിലൂടെ കടന്നു വരുന്ന 6 മുതൽ ബി ട്രാക്കിലൂടെ മണവാളൻ കടന്നു വരികയാണ്. ആന്റോണിയോ തുരുത്തിപ്പുറത്തിന്റെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ, അതുപോലെ ക്ലബ്ബ് ഈഗിൾ ബോട്ട് ക്ലബ്ബാണ്. അതുപോലെ അണിയമാര രാഹുലാണ്, ആകാശാണ്. 2 വെള്ളം കളിക്കുന്നത് എന്റെ കടന്നു വരികയാ. പ്രിയമുള്ളവരെ, എവറസ്റ്റ് കീഴടക്കിയ എഡ്മൺ ഹിലാരിയും ടെൻസൈൻ മോർഗയുമാണെങ്കിൽ ഇവിടെയാണ് ആനാപ്പുഴയുടെ വെക്കായത്തിൽ ഇതാ വീരപടയാളിയോ വരുകയാണ്. അവരങ്ങനെ ഇടിച്ചു മുന്നിൽ അവരെ ഭയം, അവരങ്ങനെ മത്സരം 6 മുതൽ ആ മണവാള് അവരങ്ങനെ കടന്നു. നമ്മുടെ എന്തൊരു മത്സര ഇത് കടന്നു മണവാളൻ. അതുപോലെ 6 മുതൽ അങ്ങനെ ബ്രഹ്മാവിന്റെ പുത്രനായ സനത്കുമാരൻ, ബ്രഹ്മാവിന്റെ പുത്രനായ സനത്കുമാരൻ വളരെ കുഞ്ഞുനാളിലെ തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്തുക്കളെ തുറന്നു പറയുന്ന ആ ബ്രഹ്മാവിന്റെ പുത്രനായ സനത്കുമാരൻ അങ്ങനെ അവിടെ ചെല്ലുന്നതാര ശിവനും പാർവതിയും അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നീ എന്റെ മകനായി പിറക്കാമോ എന്ന് ശിവൻ ചോദിക്കുമ്പോൾ അതെ, ഞാൻ പാർവതി ദേവിയുടെ മകനായി പിറക്കുന്നു. 6 മുഖങ്ങളിൽ നിന്ന് 6 മുഖം ജന്മമെടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് ഉണ്ടേക്കടവിലെ 6 അടി പൊക്കത്തിൽ ഉണ്ടേക്കടവിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ പ്രിയമുള്ളവരെ 6 മുഖം